Hi all, welcome to my YouTube channel. Today's class is about capacitors. Capacitor is a passive component commonly used in electronic circuits. A capacitor has the ability to store charge or electrical energy and release them whenever desired. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു പാസീവ് കമ്പോണൻ്റ് ആണ്. അതിന് ചാർജ് സ്റ്റോർ ചെയ്യാനും അതുപോലെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ ചാർജ് എടുത്ത് യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കപ്പാസിറ്റൻസ് ഈസ് എ മെഷർ ഓഫ് കപ്പാസിറ്റേഴ്സ് എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ള അതിൻ്റെ എബിലിറ്റിയാണ് അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. A capacitor consists of two conducting plates separated by an insulating material known as dielectric. കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് കണ്ടക്ടറുകളെ തമ്മിൽ ഒരു ഇൻസുലേറ്റർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്നതിനെ നമ്മൾ ഡയലക്ട്രിക് എന്നാണ് പറയുന്നത്. The capacitance of a capacitor is given by C equal to epsilon A divided by D. Epsilon is the absolute permittivity of the dielectric medium, A is the area of the plates and D is the spacing between plates. The capacitance value എന്ന് പറയുന്നത് C, അത് കണ്ടുപിടിക്കുന്നത് എപ്സിലോൺ A ഡിവൈഡഡ് ബൈ D എന്നാണ്. അതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റുകൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ, ആ പ്ലേറ്റുകളുടെ ഏരിയയാണ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. Uses of capacitors. Capacitors are using in circuits for blocking DC voltages. സർക്യൂട്ട്സിൽ DC വോൾട്ടേജസ് ബ്ലോക്ക് ചെയ്യാനായിട്ട് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നു. യൂസിങ് ഫോർ കപ്ലിംഗ് വേരിയസ് സ്റ്റേജസ് ഓഫ് കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ്. കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സിൻ്റെ വേരിയസ് സ്റ്റേജസ് കപ്പിൾ ചെയ്യാനായിട്ട് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നു. യൂസിങ് ആസ് ബൈപ്പാസ് എലമെന്റ് ഇൻ ആംപ്ലിഫയേഴ്സ്. ആംപ്ലിഫയേഴ്സിൽ ബൈപ്പാസ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. യൂസിങ് ആസ് ഫിൽറ്റേഴ്സ് ഇൻ പവർ സപ്ലൈസ്. പവർ സപ്ലൈസിൽ ഫിൽറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഓൾസോ യൂസിങ് ഫോർ ചാർജ് സ്റ്റോറേജ് എക്സെട്ര. അതുപോലെ ചാർജ് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസായിട്ടും കപ്പാസിറ്റേഴ്സിന് ഉപയോഗിക്കുന്നു. Value of capacitor is expressed in farad. Commercially available in microfarad or picofarad. കപ്പാസിറ്റർ സാധാരണ ഫാരഡിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് ഒരു വലിയ യൂണിറ്റ് ആണ്. അത് കാരണം കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് മൈക്രോഫാരഡിലും അതുപോലെ പൈക്കോഫാരഡിലും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. 1 മൈക്രോഫാരഡ് ഈക്വൽ ടു 10⁻⁻⁶ ഫാരഡ്. 1 picofarad equal to 10⁻⁻12 farad. Action of a capacitor. Capacitor consists of two conductive plates which are separated by a dielectric material. This dielectric material is the insulating material and it opposes the flow of current. When we apply the voltages to this capacitor, then the energy stores this capacitor. കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് കണ്ടക്റ്റിംഗ് മെറ്റീരിയലിനെ ഒരു ഇൻസുലേറ്റർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡയലക്ട്രിക് ആണ്. അത് കറണ്ട് അതിൽ കൂടെ പോകുമ്പോൾ അത് ഒപ്പോസ് ചെയ്യും. എന്നാൽ നമ്മളൊരു വോൾട്ടേജ് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എനർജി സ്റ്റോർ ആകും. ഇത് കപ്പാസിറ്ററാണ്. ഇത് ആ കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റുകളും ഇതതിൻ്റെ ഇൻസുലേറ്ററുമാണ്. ഈ കപ്പാസിറ്ററിൽ നമ്മൾ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഇതിൻ്റെ ഈ രണ്ട് പ്ലേറ്റുകളും ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും. ഇനി നമ്മളിതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തെന്നിരിക്കട്ടെ. ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്ലേറ്റ്, അതായത് ഈ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ
പോസിറ്റീവ് പൊളാരിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്ന പ്ലേറ്റ്. ഈ പ്ലേറ്റിലുള്ള ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിന്നും ഇലക്ട്രോൺസ് ഈ പ്ലേറ്റിൻ്റെ ഈ സൈഡിലേക്ക്, അതായത് ബോട്ടം പ്ലേറ്റിലേക്ക് പുഷ് ചെയ്യും. പക്ഷേ ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് ഇൻസുലേറ്ററാണ്. ഇതിൽ കൂടെ ഇതിന് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കാരണം ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ ഈ പ്ലേറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ പ്ലേറ്റിലുള്ള കംപ്ലീറ്റ് ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് പോയി കഴിയും. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. പക്ഷെ ഈ സൈഡിൽ എല്ലാ ഇലക്ട്രോൺസും വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഈ സൈഡിൽ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതുപോലെ ഇവിടെ ഇലക്ട്രോൺസ് എല്ലാം വന്ന് അക്യുമുലേറ്റ് ചെയ്തത് കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഫോം ചെയ്യും. അതായത് ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജ്, ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ്. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ ഇടയിൽ ഫോം ചെയ്യും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്തത് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ ഈ രണ്ട് പ്ലേറ്റുകളുടെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമായിരിക്കും. അതായത് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇനി നമ്മൾ ഈ വോൾട്ടേജ് ഇവിടെ നിന്ന് എടുത്ത് ഈ വോൾട്ടേജ് സോഴ്സ് ഇവിടെ നിന്ന് മാറ്റിയെന്നിരിക്കട്ടെ, എന്നാൽ പോലും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ ഇത് മാറ്റുമ്പോൾ ഈ സൈഡ് പോസിറ്റീവ് ചാർജും ഈ സൈഡിൽ നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്ത ഒരു കപ്പാസിറ്ററായിട്ടായിരിക്കും ഇത് പിന്നെ അത് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഈ രണ്ട് പ്ലേറ്റുകളും ഒരു കോപ്പർ റോഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കോപ്പർ വയർ കൊണ്ട് നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ, തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രോൺസ് എവിടേക്ക് പോവും? ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോവും, പുഷ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഇവിടെ എത്തുമ്പോൾ ഇത് ന്യൂട്രലൈസ് ആകും. അങ്ങനെ ഇവിടുത്തെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഈ ഭാഗത്ത് പോസിറ്റീവ് പ്ലേറ്റിൽ എത്തുകയും അവിടെ അത് ന്യൂട്രലൈസ് ആയി പോവുകയും ഈ കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആവുകയും ചെയ്യും. അതായത് ഈ ഡിസ്ചാർജ് ആകുന്ന ഈ ടൈമിൽ നമ്മളിവിടെ ഒരു ബൾബോ എന്തെങ്കിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന അത്രയും സമയത്ത് ഈ ബൾബ് ഗ്ലോ ചെയ്യുന്നത് കാണാം. ഈ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ഈ ബൾബ് ഓഫ് ആകും. അങ്ങനെ നമുക്കിത് എക്സ്പെരിമെൻ്റലി നമുക്കറിയാൻ പറ്റും. അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ പിന്നെ നമുക്ക് ഒരു വയർ ഉപയോഗിച്ച് നമ്മളിവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Before the application of voltage, two conducting plates of this capacitor are electrically neutral. But once the voltage is applied to this capacitor, the electrons or the negative charge is attracted towards the positive terminal of the battery and through the negative terminal of the battery the electrons are pushed towards the bottom plate of this capacitor. Because of the dielectric material between the two plates, electrons which are collected at the bottom plate of this capacitor are not able to cross this barrier and the electrons are accumulated at the bottom plate of this capacitor. So, over the period of time, the top plate will have a shortage of electrons while the bottom plate will have excess of electrons. That means the top plate will get positively charged while the bottom plate will get negatively charged. Therefore, potential difference will get developed across the two plates. The potential difference that is developed across the two plates is equal to the supply voltage. Because of this potential difference, the electric field will get developed across the two plates. This electric field is directly proportional to the potential difference and it is inversely proportional to the distance between the two plates. That is, electric field E equal to V by D.
So smaller the distance between the two plates, the stronger will be the electric field. So in this way, when we apply the voltage to the capacitor, then the charges are developed across the two plates of the capacitor. Because of the development of the charge, the electric field is developed between the two plates. In this way, the capacitor stores the energy in the form of electric field. Even if we remove this voltage source or battery, then also the charges that is developed across the two plates will remain as it is. If the charged capacitor is shorted by means of a copper wire, the excess electrons from the negatively charged plate will rush to the other plate and neutralize the positive charge on it. This constitutes a discharge current which flows till the positive and negative charges are neutralized. Now the capacitor is said to be completely discharged. The amount of charge stored in a capacitor is proportional to the applied voltage and capacitance value. That is Q equal to CV. Q means charge stored in coulomb, C means capacitance value in farad, V means voltage across the capacitor. Hello friends, I think today's class is helpful for you. If you like my video, please like, share and subscribe. Thank you.